കുറച്ച് ചിക്കൻ കിട്ടിയപ്പോഴാണ് ഞാനിപ്പോൾ ഒരു സൽക്കാരത്തിൽ ഉണ്ടാക്കിയ ഒരു അടിപൊളി ചിക്കന് ഒന്ന് തയ്യാറാക്കി നോക്കിയാലോ എന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ കുറേ കാലമായി ഞാനത് തയ്യാറാക്കി നോക്കിയിട്ട്, അപ്പോൾ അതിന് വേണ്ടി കുറച്ചധികം ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മളിനി ഉപ്പും മഞ്ഞൾപ്പൊടിയും വിനാഗിരിയും ചേർത്ത് നന്നായി ഒന്ന് തിരുമ്മിയെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഉപ്പും മഞ്ഞളും ആദ്യം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞളും നമ്മൾ ചേർത്തു. ഇനി അതേപോലെ നമുക്ക് കുറച്ച് വിനാഗിരിയും ചേർത്തിട്ട് നന്നായി ഒന്ന് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. തിരുമ്മിയെടുത്ത ചിക്കൻ അരമണിക്കൂർ നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതെടുക്കാം. ഫ്രിഡ്ജിൽ വേണമെങ്കിൽ അങ്ങനെ വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് തന്നെ വെക്കാം കേട്ടോ. അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് നമുക്കിത് തുറന്നിട്ട് അതിലേക്ക് നമുക്ക് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലധികം പൊടികളൊന്നും ചേർക്കുന്നില്ല, ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇനി നമ്മൾ ഇത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാൻ പോവുകയാണ്. കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് നമ്മളത് അടുപ്പത്ത് വെക്കുന്നത് കേട്ടോ. ഫ്രൈ ചെയ്ത എണ്ണ അതേപോലെ അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് നന്നായി നമ്മൾ ഇളക്കിയാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതാ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇളക്കിയാണ് കേട്ടോ ഇതാക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയും വെളുത്തുള്ളിയുടെ തൊലി കളയാതെ കഴുകി എടുത്തിട്ടുള്ള വെളുത്തുള്ളി അല്ലിയാണ് കേട്ടോ. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് കഴിക്കാം കേട്ടോ. നമ്മുടെ ചിക്കന് നമുക്ക് തുറന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയും തുറന്ന് നോക്കാം വെന്തിട്ടുണ്ടോ നോക്കട്ടെ. ചിക്കൻ ഇറങ്ങിയ വെള്ളത്തിലാണ് ഇത് വെന്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലെവലിലായിട്ടുണ്ട്, ഒരു 1/4 ഭാഗം വേവായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് ഇതാ കണ്ടല്ലോ, ഇത് നന്നായിട്ട് ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള സവാളയാണ് കേട്ടോ. ഇതാണ് ഇതിന് ടേസ്റ്റ് കൂട്ടുന്നത്. അപ്പോൾ ഇതൊരു അടിപൊളി ചിക്കനാണ്. ഇനി നമ്മളിത് ഇളക്കിയെടുത്താണ് വേവിച്ചെടുക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിരുന്നു. അപ്പോൾ കുറച്ചുകൂടി കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ വെറും ആ ഒരു എണ്ണയിലും ആ ഒരു ചിക്കൻ്റെ വെള്ളത്തിലും കിടന്നിട്ടാണ് നമ്മുടെ ചിക്കൻ ഇന്ന് വെന്ത് കിട്ടിയിട്ടുള്ളത്. ഒട്ടും വെള്ളം നമ്മൾ ഒഴിച്ചിട്ടില്ല. നമുക്ക് കറിവേപ്പില ഇട്ടിട്ട് ഒന്നുകൂടി അടച്ച് വെക്കാം കേട്ടോ. ഇവിടെ ചിക്കന് ഞാൻ കറിവേപ്പില കൂടി ഇട്ട് ഇളക്കി ഒന്നുകൂടി അടച്ച് വെച്ചിരുന്നു. ഇനി നമ്മൾ ലാസ്റ്റായിട്ട് ഇതിലേക്ക് നമ്മൾ ഇട്ടിട്ടുള്ളത് വെറും കാശ്മീരി മുളകാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇപ്പോൾ നല്ല ചൂടോടെ വറുത്ത് പൊടിച്ച ചില്ലി ഫ്ലേക്സാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ എരിവിനെ ബാലൻസ് ചെയ്യുന്ന ടേസ്റ്റിനെ ബാലൻസ് ചെയ്യുന്ന ഈ സവാളയും നമ്മുടെ ചില്ലി ഫ്ലേക്സുമാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കുകയാണെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ, പൊറാട്ടയുടെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിലൊട്ടും നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല. അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടി ഇതൊന്ന് ഇളക്കി കണ്ടല്ലോ. ഇതാണ് നമ്മുടെ ചിക്കൻ. ഇതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പാര ടേസ്റ്റാണ് കേട്ടോ. നമുക്കിതൊന്ന് കഴിച്ചോ. മസാലയും കൂട്ടിയിട്ട് നമുക്ക് കഴിക്കട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ടേസ്റ്റിൻ്റെ കാര്യത്തിലൊന്നും ഒരു കുറവില്ല. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്തൊരു കിടിലൻ വീഡിയോയുമായി കാണുന്നവരെ താങ്ക് യു.